ദീനിന് കൊടുക്കാമല്ലോ, പാപങ്ങൾക്ക് കൊടുക്കാമല്ലോ, യതീമീങ്ങൾക്ക് കൊടുക്കാമല്ലോ, രോഗികൾക്ക് കൊടുക്കാമല്ലോ, നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കാൻ കഴിയുമല്ലോ. അതുകൊണ്ട് ഈ റൂം നിറയെ, ഈ വീട് നിറയെ സ്വർണം കിട്ടണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു രണ്ടാമത്തെ സഹാബിയോട് ചോദിച്ചു, നിന്റെ ആഗ്രഹം എന്താ? ആ സമയത്ത് ആ സ്വഹാബി ഇവിടെന്ന് പറയുകയാ, ഈ വീട് നിറയെ മുത്തും പവിഴങ്ങളും കിട്ടണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം അതെല്ലാം എനിക്ക് അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി ചെലവഴിക്കാമല്ലോ, നല്ല കാര്യങ്ങൾക്ക് വേണ്ടി കൊടുക്കാമല്ലോ. ആ ഒരു ആഗ്രഹത്തോടെയാണ് ആ സ്വഹാബിയും അവിടെ മറുപടി പറയുന്നത്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു തന്റെ കൂടെ ഇരിക്കുന്ന സ്വഹാബത്തിനോട് പലരോടും ഇങ്ങനെ ആഗ്രഹങ്ങൾ ചോദിച്ചു കൊണ്ടിരുന്നു. അവരോരോരുത്തരും അവരുടെ മനസ്സിന്റെ ഉള്ളിലുള്ള ആഗ്രഹങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഒരു സ്വഹാബി മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിനോട് അവിടുന്ന് ചോദിക്കുന്നു, അല്ല ഉമർ തങ്ങളെ, മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിനോട് അവിടുന്ന് ഒരു സഹാബി ചോദിക്കുകയാണ്, എല്ലാവരുടെയും ആഗ്രഹത്തെ കുറിച്ച് ചോദിക്കുന്നല്ലോ, ഞങ്ങളുടെ മനസ്സിന്റെ ഉള്ളിലുള്ള ആഗ്രഹങ്ങളെ കുറിച്ച് പറഞ്ഞു തന്നല്ലോ. അല്ല ഖലീഫ, നിങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹം എന്താണെന്നൊന്ന് പറഞ്ഞു തരുമോ? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിനോട് അവിടുന്ന് സ്വഹാബത്ത് ചോദിക്കുമ്പോ ഉമർ തങ്ങൾ പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? എനിക്ക് സ്വർണമല്ല, പവിഴമല്ല പടച്ചവനെ, എനിക്ക് വേണ്ടത് പണമല്ല, എനിക്ക് മുത്തുകളല്ല വേണ്ടത്. എന്റെ മനസ്സിന്റെ ഉള്ളിലെ ആഗ്രഹം എന്തെന്നറിയോ? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, അബൂ ഉബൈദത്ത് ഇബ്നുൽ ജറാഹ്, മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു തആല അൻഹു, സാലിബ് റളിയല്ലാഹു തആല അൻഹു, ചില സ്വഹാബത്തിന്റെ പേര് പറഞ്ഞിട്ട് അതാ ഉമർ തങ്ങൾ പറയുകയാണ്, ഈ വീട് നിറയെ അതുപോലെയുള്ള ചെറുപ്പക്കാരുണ്ടാകാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അബൂ ഉബൈദത്തുൽ ജറാഹ് റളിയല്ലാഹു തആല അൻഹു, മുആദ് റളിയല്ലാഹു തആല അൻഹു, സാലിബ് റളിയല്ലാഹു തആല അൻഹു, ഇതുപോലെയുള്ള ചില ചെറുപ്പക്കാരുടെ പേര് പറഞ്ഞിട്ട് പറയുകയാണ്, ഈ വീട് നിറയെ ഇതുപോലെയുള്ള ചെറുപ്പക്കാരുണ്ടാകാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇതാരാ പറയുന്നതെന്നറിയോ? അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് 10 പേരെ എണ്ണിയിട്ട് പറഞ്ഞു, 10 പേരും സ്വർഗ്ഗത്തിലാ. നബിതങ്ങളെ 10 പേരുടെ പേരെടുത്ത് 10 പേരുടെ പേര് പറഞ്ഞിട്ട് നബിതങ്ങളെ പറഞ്ഞു 10 പേരും സ്വർഗ്ഗത്തിലാ. ആ 10 പേരിൽ രണ്ടാമത്തെ സ്വഹാബിയ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്. ആ ഉമർ തങ്ങളാണ് പറയുന്നത്, പഠിച്ചവനെ, എനിക്ക് ഏറ്റവും വലിയ ആഗ്രഹമുണ്ടെന്നറിയോ? നല്ല ചുണക്കുട്ടികൾ ഈ വീടിന്റെ ഉണ്ടാകുന്നത്, ഈ വീടിന്റെ അകത്ത് നല്ല ചെറുപ്പക്കാരുണ്ടാകുന്നത് ഞാൻ വല്ലാതെ ആഗ്രഹിക്കുന്നു എന്ന് പറയുമ്പോ ആരാ പറയുന്നത്? പഠിച്ചവനെ, മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്. ഉമർ തങ്ങൾ ആരാണെന്നറിയോ? ഉമർ തങ്ങൾ ആരാണെന്നറിയോ? ഉമർ തങ്ങൾ വരുന്ന വഴിയിലൂടെ പോലും ശപിക്കപ്പെട്ട ഇബ്ലീസിന് വരാ പേടിയാ. ഉമർ തങ്ങൾ വരുന്ന വഴിയിലൂടെ പോലും ഇബ്ലീസ് കടന്നു വരൂല. പടച്ചവനെ, ഉമറിനെ ഇബ്ലീസിന് വല്ലാത്ത പേടിയാണ്. ആ ചുണക്കുട്ടിയായ ഉമർ തങ്ങളാണ് പറയുന്നത്, അബൂ ഉബൈദത്ത് ഇബ്നുൽ ജറാഹ് റളിയല്ലാഹു തആല അൻഹു, മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു തആല അൻഹു, ഇതുപോലെയുള്ള ചെറുപ്പക്കാർ ഈ സമുദായത്തിന് ഉണ്ടാകുന്നതാണ് എനിക്ക് വല്ലാത്ത ഇഷ്ടമെന്ന് അവിടെന്ന് പറഞ്ഞു കൊടുക്കുമ്പോ, ചെറുപ്പക്കാരാ, അവരാരാണെന്ന് നിനക്കറിയുമോ പൊന്നമോനെ? അവരാരാണെന്ന് നിനക്കറിയോ? നീ അവരുടെ ചരിത്രങ്ങൾ പഠിക്കാറുണ്ടോ? അവരെ കുറിച്ച് പഠിക്കണം സഹോദരാ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സമാധാനിപ്പിച്ച അടിമകളാണവര്. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിന്റെ 114 അധ്യായങ്ങളും 1600 പരം വരുന്ന ആയത്തുകള് ആ വിശുദ്ധമായ ഖുർആനിലൂടെ കണ്ണോടിച്ചു നോക്കുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല ചില അടിമകളെ സമാധാനിപ്പിക്കുകയാണ്. ചില അടിമകളെ അല്ലാഹു സമാധാനിപ്പിക്കുകയാണ്. ആ അടിമകൾ ആരാണെന്നറിയോ? ആ അടിമകൾ
മഹാനിൽപ്പെട്ട ഒരു സഹാബിയാണ് മഹാനായ അബൂ ഉബൈദത്ത് ഇബ്നുൽ ജറാഹ് റളിയല്ലാഹു തആല അൻഹു. പഠിക്കണം ചെറുപ്പക്കാരാ,